അപ്പൊ രാവിലെ വടക്കമ്മൂന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടലുള്ള സ്വാഗതം വരെ പ്രത്യേകത ഇറക്കാം. അതായത് പിന്നെ വെച്ചാൽ നമ്മളെ കൊതുകി തിരിയും കണ്ടൽക്കാടും കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം സംഭവം മനസ്സിലാവും. പറയണ്ട എന്തിനു വെച്ചാൽ നമ്മൾ വേറെ ഒന്നുമില്ല, നമ്മൾ ആനക്കൊക്കെ വേണ്ടി തന്നെ അതിന്. അപ്പൊ നമ്മൾ വെച്ചിട്ടുണ്ടാവില്ലേ, നമ്മൾ പുതിയ ബിസിനസ് മൈൻഡിലേക്ക് ചിന്തിച്ച് കാര്യങ്ങൾ മാറ്റി ബിസിനസ്സിലേക്ക് കിടക്കും. കാരണം വെച്ചാൽ നമ്മൾ ആനക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഈ ഭയങ്കര മാർക്കറ്റ് വിളിക്കുന്നത്. ആ എക്സ്പോർട്ടിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇതിനെ കയറ്റിട്ട് നേരെ ഒരു കയറ്റിട്ട് വിടും. വിടല് ഇത് കയറ്റി ഒന്നിന് 300 രൂപ വെച്ച് തരാൻ കൊടുക്കണ. ഇതാ ഹോം ഡെലിവറിയാണ്. അപ്പൊ സംഭവം എന്ന് വെച്ചാല് ഇതിനെ കയറ്റി വിടാൻ വേണ്ടി പോയി നമ്മൾ ആനക്കനെ കയറ്റി വിടല്. എക്സ്പോർട്ടിംഗ് ബിസിനസ് മൈൻഡിലേക്ക് ചിന്തിച്ച് ബിസിനസിന് പോകാൻ വേണ്ടി പോയി. അതെ, ഇനി എല്ലാം പുതിയ കളികളാണ്. നമ്മളിനി ഇതിന് വിമാനം കയറ്റാൻ വേണ്ടി പോകുന്നില്ല. ആദ്യം ട്രെയിൻ കയറ്റണം അല്ലേ, എന്നിട്ട് ട്രെയിൻ കയറ്റിട്ട് നമ്മി ഇതിന്റെ ഒപ്പം പോകുന്നുണ്ട്. അത് വർക്കായി ഇവര് നമ്മൾ ഉദ്ദേശിച്ച ഇവര് അതിനെ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൊരു സാധനം കൊടുക്കുമ്പോ നമ്മൾ നോക്കണ്ടാവില്ലേ, പിന്നെ ഇതിനെ കൊണ്ട് വേറെ എന്തെങ്കിലും എന്നിട്ടാക്കിനെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മ ഇതിന്റെ ബാക്കിൽ തന്നെ പോകുന്നുണ്ട്. ഇവര് ഇതിനെ കൊണ്ട് അന്ന് ആക്കുന്നത്. അപ്പൊ ഒരു ടീം നമ്മളെ വിളിച്ചു പറഞ്ഞ് നമുക്ക് ഒരു സാധനത്തിന് 300 രൂപ വെച്ച് തരാം രാവിലെ. 300 നിങ്ങളെ റെയിൽവേ ടിക്കറ്റ്, ഫുഡ്, MGM മസാല സെറ്റ്. നമ്മ കണ്ണ് മഞ്ഞളിച്ചിട്ട് പോയെന്ന്. അപ്പൊ നമ്മ 300 രൂപ ഒരു സാധനത്തിലാണ്. ഒരു സാധനം വെച്ചാൽ കുറച്ച് വലുത്, നമ്മൾ ഇല്ലില് വലുതിന് 300 രൂപ വെച്ച് തരുമ്പോഴും ഓർ തരൂലേ. നമ്മ പോകുന്നുണ്ടല്ലോ പിന്നെ അല്ല കുത്തിന് പിടിച്ച് പണിക്കും. അപ്പൊ നമ്മളെ സംഭവം എന്ന് വെച്ചാൽ ഇതിനൊരു 10 രൂപ പറയാം നമുക്ക് നിൽക്കാലോ. മതി ഒരു 300 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ നമുക്ക് നമ്മളെ ശരീര പൈസ നമ്മളെ ഒരു കൂലി പൈസ ആവുണ്ടാവില്ലേ. ടെസ്റ്റ് അടിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ JCB പണിക്കുണ്ടാവില്ലേ, മൊത്തം കളിച്ചിടും. ഇല്ല ആനക്കൊക്കെ മൊത്തം കണ്ടെയ്നർ വഴി കയറ്റി അയക്കല്. അതിന്റെ വംശനാശം വരുത്തും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ട്. അപ്പൊ നമ്മള് ഇതിനെ ആദ്യം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവരെന്താ ഇതിനെ ചെയ്യുന്നില്ല ഒരു ഉറപ്പ് കിട്ടിയിട്ട് പൈസ കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ അതിന് മുതിരുന്നില്ല. പിന്നെ ബിസിനസ് ടീമാണ്. അപ്പൊ സംഭവം അത്രയേ ഉള്ളൂ. അപ്പൊ കിടിലൻ ആനക്കൊക്കെ ബിസിനസ് ടീമാണ്. എക്സ്പോർട്ടിംഗ് വീഡിയോ ഇതിന്റെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മൊത്തം കാണിച്ചത്. അപ്പൊ നമ്മൾ തൽക്കാലം ആദ്യം ഫസ്റ്റ് കുറച്ച് ആനക്കൊക്കെ പിടിക്കട്ടെ അല്ലേ. അപ്പൊ ഓക്കെ ടീക്കെ വന്നോ. ഞണ്ട് പോന്നൊക്കെ പോന്ന് കൊട്ടക്കാലം ഞണ്ട് ഇതൊന്നും കാണുന്നില്ലല്ലോ രാവിലെ. നോക്ക് ഇതാ നമ്മുടെ തെച്ച് ചത്തിട്ട് നോക്കിയ മലവളം കരുത്ത് നോക്കറ പഠിച്ചോനെ. നോക്കിയാട്ടെ ഇതെല്ലാം ഇങ്ങനെ സങ്കടം വരുന്നു. വെള്ളം മാറിയിട്ടാണ്. വെള്ളം മലവെള്ളം വന്നില്ലേ, നല്ല വെള്ളത്തിന് ചിലപ്പോ ഇത് ചാവുന്നില്ല, ചിലപ്പോ ഇത് ഉണ്ടാവാൻ സാധ്യത. എന്താണ് അധികം കിട്ടും ഇങ്ങനെ. ഇതിങ്ങനെ ചവിട്ടുന്നതിന്റെ അടിയിലുണ്ടെങ്കിലല്ല ഒരു കത്തിയാളായിട്ട് ഉണ്ടെങ്കിലോ പിന്നെ കൊത്തിക്കളിച്ച് അതിന്റെ അടിയിലോട്ട് സാധനങ്ങളുണ്ടാവും. അടിയിലോട്ട് അതിന്റെ ടീംസ് ഉണ്ടാവും. ആടിയിലെല്ലാം ഇട്ടിട്ട് കാണാണ്ടാക്കിയേക്കല്ല. ഇതെല്ലാം ഇന്നാ റോഫിന്റെ തളാപ്പിലുണ്ട്. പിന്നെ സളാപ്പിലുണ്ട്. രാവിലെ നീ പാപ്പ നമുക്ക് കുറച്ച് പിടിക്കാം. കുറച്ച് പിടിച്ചിട്ട് കാണിക്കാല്ലേ. വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അവിടെ പിടിക്കുന്ന വീട്ടിൽ കുറെ ബോറാക്കണ്ട. നമുക്ക് അതിന്റെ ബോറാക്കണ്ട കീബറാകും നേരം. കീബറാക്കണ്ട നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് പരിചയപ്പെടുത്തി കുറച്ച് പേര് പിടിക്കാം. ഇതൊന്നും ഇവിടെ ഇതിന്റെ മുകളിലെല്ലാം കയറി കിടക്കുന്നത്. അത് ഇതാ പൊട്ടിയതല്ലേ. എല്ലാം കണ്ടതോടെ എല്ലാം ഇങ്ങനെ കിടക്കുന്നത് തെറിപ്പിക്കണേ. അത് ചത്തിയല്ലേ. അയ്യോ അത് പോയതാ. അല്ലടാ ഇതല്ലേ വെള്ളം അതെല്ലാം പൊളന്നിട്ടാണെന്ന് പോയ കയ്യല്ല കഷ്ടം കഴിഞ്ഞിട്ടാ. അതല്ലേ നോക്കറ കാട് വായിക്കിട്ട് ആനായിരുന്നു എനിക്ക് വരുന്നത്. കുലുങ്ങുന്നു മൊത്തം. മുണ്ട വലിഞ്ഞാ കയ്യിൽ കൊതിയിലും കക്കിയും എന്തെല്ലാം വരിക. ഇങ്ങനെയാണ് ശരിക്കും കക്കി ഉണ്ടായില്ല. കണ്ടാ ഇതന്നെ ഇതൊന്നും തിരിയൂലപ്പാ. ആർക്കും മനസ്സിലാവില്ല. കൊതിയിലെ കൊണ്ട് കൈക്കുത്തിയേക്കല്ല. മമ്പം തെറി ഞെക്ക് ഇല്ല അത് തീർന്നു. അത്രയില്ല കുറച്ച് ഏത് ഇപ്പൊ ഇവര് കുറച്ച് തെറി കുറവ്. 17 വയസ്സാണ്. അതാണ് രാവിലെ കിട്ടിയില്ല ഞണ്ടിന്റെ മളമ്പാ ഓർത്തു ഉണ്ടോ നോക്കട്ടെ. നല്ല റെഡായിരിക്കോട്ടാ. അടച്ചവിട്ടണം. അടച്ചവിട്ട് ഇല്ല താകുന്നില്ല. വേറെ വന്ന് വിട്ടെ. തെറിക്കക്ക ഇതെന്നെ കുലുങ്ങുന്നറ. പോയി. നിങ്ങളെ കുലിക്കലുണ്ടല്ലോ. ഞാൻ കുലുക്കുമ്പോ കുലുങ്ങിയിട്ട് രാവിലെ കുലുക്കുമ്പോ എന്താ പറയണ്ട്. നോക്കിയ കുലുക്കുമ്പോ കുലുങ്ങുന്ന പോലും. എന്ത് കുലുങ്ങലേ
എന്തറച്ചിടത് ഇതാ ശരിക്കും അരച്ചിട്ടതാ ശരിക്കരച്ച് കാണിച്ചു കൊടുക്ക് കൊണ്ട് അടുത്തുള്ള ഒരു കൈനെ കൊണ്ട് ഇതാ ശരിക്കും അരച്ചിട്ട് ഇതിന്റെ നോക്കിട്ടെ ഇത് ഞാൻ ഇതിൻ്റെ അത് കുലുങ്ങനായിട്ട് ഞാൻ ചത്തുപോയി നട്ട് എറിഞ്ഞു തന്നു നേരത്തെ കണക്കന്നെ ഇത് ഞാൻ കളയൊന്നുമില്ല ഇത് ഞാൻ രണ്ടെണ്ണടുത്ത് 5 ഞാൻ വീട്ടിൽ പൊരിക്കണേ അതിന്റെ ഫ്രം കൂട്ടിക്കോ ഉറപ്പാ നോക്കിട്ടെ വില്ലർച്ചല്ലേ വെല്ലർച്ചി എന്ന് പറഞ്ഞാൽ അതിരർച്ചി റെഡി റെഡി ബൂമ്പ അയ്യോ വാ പോവാ ആ ഒരിക്കൽ ആ നിന്നാ എന്നാ റബ്ബേ അവ ഇത്രയും നമ്മ പറിക്കിട്ടുണ്ട് കേട്ടാ മോനെ നമ്മ അവരോട് ഇത്ര കൊണ്ടുവന്ന് നമ്മ പറഞ്ഞല്ലോ അല്ലേ നമുക്ക് അയ്യമ്പണത്തിന്റെ പൈസ മേടിക്കാലോ അയ്യമ്പണത്തിന്റെ പൈസ മേടിക്കാം പിന്നെ 100 റുപ്യ വെച്ച് തരുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പൊ അയ്യമ്പണത്തെ പൈസ എത്രയാവല്ലേ ആണ് അപ്പൊ എത്ര പൈസ 50 × 300 എത്രയായി കാൽക്കുലേറ്റർ എടുക്ക എത്ര മണിക്കാ ട്രെയിൻ നോക്കണം ആന്നെ അതിൽ AC കോച്ചെല്ലാം ബുക്ക് ചെയ്തിട്ട് നമുക്ക് പിടിച്ച് അതെ AC കോച്ചിൽ കിടന്നിട്ട് AC പോകേണ്ട കക്ക ചെയ്തല്ല AC കക്കയാന്ന് AC കോച്ചിൽ ബുക്ക് ചെയ്ത് AC പോകുന്നു ഇല്ല അപ്പൊ കക്കല്ല ഇതിന് AC കേറിയിട്ട് ഇനി ആടെ പോയിട്ട് അവരെന്നാ ചെയ്യുന്നറിയാൻ പറ്റില്ല എനക്കൊന്നും ശാസ്ത്രലോകത്തിന് എന്തോ കണ്ടുപിടുത്താൻ കട്ടി ഇതാക്കാൻ തീർച്ചയായിട്ടും അപ്പൊ ഇത് കേരളത്തിന്റെ ചരിത്രത്തിലൊരു പുതു ചരിത്രമായി തീരാൻ വേണ്ടി പോകുന്ന കക്കകളാണിത് തീർച്ചയായിട്ടും അപ്പൊ ഇനി നേരെ കഴുകി കയറ്റി നമുക്ക് പേക്കപ്പ് ഒക്കെ രാവിലെ പേക്കപ്പ് ഇനി നേരെ ട്രെയിൻ കാറിൽ AC കോച്ചിലാന്നേ AC കോച്ച് ഒക്കെ TK എന്നാ യാത്ര തിരിക്കാൻ നമുക്ക് ആ സാധനം എടുത്തു നടന്നു ഓ രാവിലെ ലൈറ്റെല്ലാം വീഴുന്നുണ്ട് അപ്പൊ നമ്മിപ്പൊ നേരെ ഇപ്പൊ എത്തിയിട്ടുള്ള പഴയങ്ങാട് റെയിൽവേ സ്റ്റേഷൻ വണ്ടിയെല്ലാം സേഫ് ആക്കിയിട്ടുണ്ട് എല്ലാം രാവിലെ നമ്മള് BMW എല്ലാം സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ പരിപാടി വെച്ചാൽ വേറൊന്നുമില്ല നല്ല AC കോച്ചിൽ കിടന്ന് ഒറ്റ ഉറക്കാനാവില്ലേ AC കോച്ചിൽ AC ഒറ്റ ഉറക്കം മൈ ഗോഡ് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നമ്മുടെ എത്തണം ദേശത്ത് എത്തണവേ ഓക്കെ എല്ലാം പൈസക്കാരനായിട്ടില്ല പരിപാടി ഇനി എല്ലാം പൈസയുടെ പരിപാടി കേട്ടോ ചെറിയ കളികളില്ല ബിസിനസ് മൈൻഡ് കേറി നാളത്തെ അംബാനി അല്ലെങ്കിൽ എന്തെങ്കിലും കക്ക വിറ്റിട്ട് അംബാനിയാവും അതാണ് ഉദ്ദേശം ഞാൻ അന്നേരേ പറഞ്ഞു നിങ്ങൾ ചൊറിയാക്കി ടിക്കറ്റ് അച്ഛനടി ഇരിക്കുന്നത് മാത്രമില്ല ഇന്ത്യക്കാരപ്പനാണ് ഇനി ഏത് കാലത്ത് ഇരിക്കണം അഞ്ചിക്കാട്ട് മുത്തി അത് ബാഗെല്ലാം കൊടുത്തു ബാഗെല്ലാം വെച്ച് സീറ്റൊക്കെ കൊള്ളിക്കാൻ 3 മണിക്കൂറായി നിൽക്കുന്നേക്ക് ഓക്കെ ഇതാണ് AC എത്രയോ മണിക്കൂർ വന്നിട്ട് ഇപ്പൊ കിട്ടിയ സീറ്റ് നേരത്തെ ഇങ്ങനെയല്ലേ കക്കൂസിന്റെ ബൈക്കുണ്ട് രാവിലെ എങ്ങനെ നമ്മൾ AC യാത്ര പോയി വീണക്കല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് AC യാത്ര വളരെ നന്നായിട്ടുണ്ട് രാവിലെ നമ്മളെ ആനക്കൊക്കെ എക്സ്പോർട്ടിങ് നല്ല AC കോച്ചിൽ ഇരുന്നിട്ട് ഇങ്ങനെ വന്ന് AC കോച്ച് പറയണ്ടല്ലേ നിങ്ങൾ AC കോച്ച് ഇതിന്റെ പൈസ ഇതിന് ഒന്നിന് 300 റുപ്യ നിങ്ങൾ തരുന്നല്ലേ ഒന്നിന് 300 രൂപ വെച്ചിട്ട് തരുന്നുണ്ട് അവര് അല്ലേ അപ്പൊ കൊടുത്തേ കൊടുത്തക്കാ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഹോം ഡെലിവറി ഹോം ഡെലിവറി അല്ല റെയിൽവേ സ്റ്റേഷൻ ഡെലിവറി വീട്ടിലേക്ക് പൊക്കയില്ല അപ്പൊ ശൈലോട്ടെ പറഞ്ഞ ഇട്ടുകൊണ്ട് ഇത് കക്ക നീരെന്താ നിങ്ങൾ ഉദ്ദേശം ശരിക്കും വറുത്തടിക്കുന്നത് 2 ദിവസം നമുക്ക് ഉണ്ടാവില്ലേ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിവിടെ AC എന്ന് പറഞ്ഞു കക്കൂസിന് ഇനി കേങ്കരപ്പുഴ 2 ദിവസം ഇവിടെ ഉണ്ട് അല്ലേ അതിന് അത്രയും ഉണ്ട് സംഭവം 2 ദിവസം ഇവിടെ ഉണ്ട് ഇനി ഇറങ്ങി 5 സെന്റ് ഇറങ്ങുന്ന പറയുന്ന വീടുണ്ട് അവിടെ തെറിക്കുന്ന വീടായിട്ട് വരാം
ഓക്കെ ടീക്കേ ഓക്കെ ടീക്കേ ഓക്കെ